ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു കളറ് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന മാർക്കറിൽ നിന്നായതാണ്. വന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ബാഗ് അവിടെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഗിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കഴുകി ക്ലിയർ ആക്കാനുള്ള ടൈമില്ല, എന്തായാലും വല്ലാതൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ വെച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. ഇവിടുന്ന് അച്ഛനും അമ്മ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു. ഏട്ടൻ അവിടെ സ്റ്റേഷനിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് വന്ന് ഇനി അങ്ങോട്ട് പോകുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് ഇവിടുന്ന് അച്ഛനും അമ്മയും അങ്ങോട്ട് ആക്കി തന്നു. എനിക്ക് ഇങ്ങോട്ട് വരാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ബൈക്കിലാണ് കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ മുതൽ ഇങ്ങോട്ട് വരൽ അധികവും ബൈക്കിൽ തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് കാറിലാക്കി തരും കേട്ടോ. ഇപ്പോൾ ഏട്ടൻ്റെ ബൈക്ക് കേടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യം വരുന്നതിനേക്ക് കൂടുതൽ വിഷമമാണ് ഇപ്രാവശ്യം എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ഇത്ര ദിവസമൊന്നും എൻ്റെ വീട്ടിൽ നിൽക്കാറില്ല, പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം ദിവസം നിന്നിട്ടുണ്ട്. ഞങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് കല്യാണം ആയതുകൊണ്ട് തന്നെ വരുന്നത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും, അപ്പം നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാലും എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു 8 ദിവസം 9 ദിവസമൊക്കെ നിന്നിട്ടാണ് പോവാറ്. ഇപ്രാവശ്യം അതിൻ്റെ എണ്ണം ഇത്തിരി കൂടിപ്പോയി. പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇപ്പോൾ മോനായതിനു ശേഷം ഇത്രയും തോന്നെ ദിവസം ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്കും അതിൻ്റേതായ വിഷമം നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ വണ്ടി കയറിയപ്പോഴേ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ല എന്ന് നടിച്ചാലും എൻ്റെ മനസ്സ് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് പോകാനൊരു തൃപ്തി ഇല്ലാത്ത രീതിയിലാണ്. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു പോയി, ഞാൻ ഇത്ര ലോങ് ആയിട്ട് കല്യാണം കഴിക്കേണ്ടായിരുന്നു. ഒരുപാട് ദിവസം ഇങ്ങനെ നിന്ന് പോകുമ്പോൾ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് പോവുകയാണ്. അച്ഛനമ്മേനോട് അപ്പം തന്നെ ആ ഓട്ടോയിൽ പോയിക്കോളാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ, കാരണം അത്ര നേരം അവരവിടെ നിൽക്കണ്ടേ. അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീണുകൊണ്ടേയിരുന്നു. അത്ര വരെ ഞാൻ അവർക്ക് മുമ്പിൽ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഏട്ടൻ അതൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ സൈഡിൽ ഇരുന്നിട്ട്. കുറേ നാളുകൾക്ക് ശേഷം അച്ഛനും മോനും കണ്ടതിൻ്റെ സ്നേഹപ്രകടനമാണ് നിങ്ങൾ മുന്നേ കണ്ടത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ട്രെയിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇവിടുന്ന് ചാടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര പേടി, കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് അപ്പുറത്തേക്ക് കിടക്കുമ്പോഴൊക്കെ അല്ലേ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുമ്പോൾ തട്ടിപ്പോണത്. എത്രയൊക്കെ സേഫ്റ്റിയിലാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞാലും അത് കാണുമ്പോൾ ഒരു പേടിയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ ഞാൻ. പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സ് അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടില്ല കേട്ടോ. ബാഗിൽ അത്യാവശ്യം കനമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ മേലേക്ക് പോയതും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതും ലിഫ്റ്റിൽ തന്നെയാണ്. എനിക്ക് ഈ ലിഫ്റ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാൻ അധികമൊന്നും കയറിയിട്ടില്ല, പക്ഷേ എനിക്ക് എന്തോ ലിഫ്റ്റിനോടൊരു പേടിയാണ്. അതിനകത്ത് കുടുങ്ങി പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ എനിക്ക് വല്ലാണ്ട് സങ്കടം വരുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞ വീട്ടിൽ എത്ര സന്തോഷത്തിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ പോയി വരുമ്പോൾ ഒരു പ്രത്യേക സങ്കടം തന്നെയാണല്ലേ. ട്രെയിൻ ഡിലേ ആയി അത്യാവശ്യം വൈകിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ട് കടകളൊക്കെ കുറവാണ്. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് വീട്ടിലെത്തി വീഡിയോ എടുത്തില്ല കേട്ടോ.